കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും സംബന്ധിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും പ്രായഭേദമന്യേ അല്ലെങ്കിൽ ലിംഗഭേദമന്യേ വനിതകളെന്നോ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഒന്നും നോക്കുക എല്ലാവരും ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ഇത് വലിയൊരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻഡിവിജ്വലായി ഒരുപാട് ഇവർക്ക് സംശയങ്ങളുണ്ട് പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സർവീസ് കൺസൾട്ടൻസിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായ വിവരങ്ങൾ അറിയാനാണെങ്കിൽ അതിന് ഫീസൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ കൺസൾട്ടിങ് ടീമുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ വന്ന മറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ സർവീസ് ശബ്ദം അല്ലെങ്കിൽ സർവീസ് ഷോട്ടിൽ പറയുന്നത്, ഒന്ന്, സർവീസ് വോയിസ് എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഞങ്ങളുടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ് 9847547881. ആ നമ്പറിൽ സർവീസ് വോയിസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ധാരാളം പേർ അതിനകത്ത് ചേരുന്നുണ്ട്. അതിനകത്തേക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും പെൻഷൻകാരും വന്നാൽ അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുകയും അതൊരു ഗ്രൂപ്പായി വളരുകയും ചെയ്യും. രണ്ടാമത്, ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെപ്പോഴും സർവീസ് വിഷയങ്ങൾ മാത്രമാണ് DA ചെയ്തു, അരിയർ ചെയ്തു, ശമ്പള പരിഷ്കരണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റൊരുപാട് കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. മെഡിസിപ്പിൻ്റെ ചില ദുരന്ത കഥകളുണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ വ്യാപകമായ ആക്ഷേപം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ കേരള വാട്ടർ അതോറിറ്റി. കാരണം ഞാൻ ജലവുമായി ബന്ധപ്പെട്ടൊക്കെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ജലവുമായി ബന്ധപ്പെടുത്തി വാട്ടർ അതോറിറ്റിയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: 2019 ജൂലൈയിൽ KWAക്കാർക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം വലിയ മുറവിളികൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം 2022 ഒക്ടോബറിൽ ലഭിച്ചു. അതിനകത്ത് തർക്കമില്ല, വളരെ സന്തോഷമുള്ള കാര്യം. 19 മുതൽ ജൂലൈ വരെ ബഹളമുണ്ടാക്കി. ഒക്ടോബർ 2022 ആകുമ്പോൾ അവർക്ക് ശമ്പള പരിഷ്കരണം കിട്ടി. ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ശമ്പള പരിഷ്കരണം വയ്ക്കുമ്പോൾ DAയും ബേസിക് DA പ്ലസ് ഫിറ്റ്മെൻറ്റ് അലവൻസ് ഉണ്ട്. ഫിറ്റ്മെൻറ്റ് അലവൻസ് ഇല്ലാതെയാണ് ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് ഇല്ലാതെയാണ് അത് ഒരു ശമ്പള പരിഷ്കരണം വന്നത്. എന്നാലും അത് കുഴപ്പമില്ല. ജീവനക്കാർ കിട്ടിയ 32% DA മാത്രമാണ് അത് ലയിപ്പിച്ച് പരിഷ്കരണം നടപ്പിലാക്കി എന്നൊരു ആക്ഷേപമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പരിഷ്കരണം നടപ്പിലാക്കി. ഇനിയാണ് അവരുടെ ഒരു വലിയ പ്രശ്നം വരുന്നത്. അതിന് അവർ സമരത്തിലുമാണ്. ഒരു വിഭാഗക്കാർ ക്ലറിക്കൽ ജീവനം ചെയ്യാവുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഇത്രയും വലിയ ശമ്പള കമ്മീഷനെ വെച്ചതെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിറ്റിക്കൽ ആക്ഷേപങ്ങളാണ്. എന്നാൽ ചില ജീവനക്കാർക്ക്, എല്ലാ ജീവനക്കാർക്കും വിദഗ്ധ കമ്മീഷൻ്റെ ശുപാർശകളൊന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. സമ്മർദ്ദമൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അനാമലി പരിഹരിച്ച് ഉത്തരവ് ഇതുവരെ വരും എന്ന് ഒരുവർ കിട്ടിയ 2025 നവംബർ 6-ന് അവരുടെ അനാമലികൾ, കാരണം ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോൾ അതിനകത്ത് അനാമലി വരും. അനാമലി എന്ന് പറഞ്ഞാൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഉണ്ടാകുന്ന പരാതികളാണ്. അത് അവരുടെ കുറവുകളും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോയത് അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതൊക്കെയാണ് ഈ അനാമലി. അതെല്ലാം കൂടി വന്നത് അവരെ പരിഹരിച്ചുകൊണ്ട് 2025 നവംബർ 6-ന് വാട്ടർ അതോറിറ്റിയുടെ ഈ ശമ്പള പരിഷ്കരണത്തിന് അനാമലി എന്ന് പറഞ്ഞാൽ വളരെ വളരെ പെട്ടെന്നാണ്. പക്ഷേ അവിടെയും അത് അട്ടിമറിച്ചു എന്നുള്ളതാണ്. KWAയിലെ തൊഴിലാളി വിഭാഗം ഭരിക്കുന്ന ഭൂരിപക്ഷം ജീവനക്കാർക്കും അതിൽ നീതി ലഭിച്ചിട്ടില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ക്രമനമ്പർ, അവർ പറയുന്ന പട്ടികയിലെ ക്രമനമ്പർ 19 പെടുന്ന 2019 ജൂലൈയിൽ 27,800 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് 1.38 കൂടി ഗുണം 27,800 കൂടി ചേർത്ത് 38,360 രൂപയാണ്. തൊട്ട് മുകളിലുള്ള 39,300 രൂപയിൽ ഫിക്സ് ചെയ്യേണ്ട ഇടത്ത് 38,300 രൂപ, അതായത് അവിടെ നഷ്ടം 1000 രൂപ. ഇങ്ങനെ താഴോട്ട് കുറേ പറയുന്നുണ്ട്. ക്രമനമ്പർ 20 28 500 1.38 39,930 എത്തിയാൽ തൊട്ട് മുകളിൽ 40,300 ഫിക്സ് ചെയ്യണം. അവിടെ 1000 രൂപ. അതങ്ങനെ നമ്പർ 22 1000 രൂപ, 23 1000 രൂപ, ഇങ്ങനെ ഫിക്സ് ചെയ്ത് 24,000 രൂപ, 25,000 രൂപ, 26 27. ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു ഡേറ്റ വെച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. 31,400 × 1.38 = 47,058 വരേണ്ടത് 47,800 ആക്കേണ്ടയിടത്ത് കിട്ടിയത് 46,700. അവിടെ എല്ലാം ഒരു 1,100 രൂപയുടെ കുറവ് ഒരു വിഭാഗം ജീവനക്കാർക്ക് വന്നിട്ടുണ്ട്. സീരിയൽ നമ്പർ 28 മുതൽ 36 വരെ കൃത്യമായ അനാമലി പരിഹരിക്കപ്പെട്ടു. കുറച്ച് അനാമലി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥാപനത്തിലെ ഭൂരിഭാഗം വരുന്നത് അവർക്ക് 1,100 1,400 രൂപ വരെ കുറവ് വന്നത് നികത്തി കൊടുത്തു. അതും കുറച്ച് പേർക്ക് നികത്തി കൊടുത്തു പ്രശ്നങ്ങൾ. എന്നാൽ ബാക്കി വലിയ ഒരു വിഭാഗത്തിന് ഇത് കിട്ടിയിട്ടില്ല. ഓഫീസർമാരുടെ ഒരു വിഭാഗത്തിന് കിട്ടി. മറ്റ് തൊഴിൽ വിഭാഗത്തിന്, പ്രതിപക്ഷ സംഘടനകൾ മാത്രം യൂണിയനിലെ വിനീതവിധനായ അംഗങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയ മുന്നിൽ അടിയറ പറയേണ്ട കാര്യമില്ല. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ സമരമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. എന്തായാലും PWD എല്ലാ ജീവനക്കാരെയും ഒരുപോലെ KWAയുടെ PTS മുതൽ MD വരെയുള്ള സർവീസ് കാര്യങ്ങളിൽ കൃത്യമായി ഒരേ നിലയിൽ കാണണമെന്നും അതുകൊണ്ടൊരു പ്രതിഷേധമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പ്രതിഷേധക്കാർക്ക്
അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് വേറൊരു വിഷയമാണ്. പക്ഷേ എങ്കിൽ പോലും അവർ രാഷ്ട്രീയവും പിന്നെ ഭരണകക്ഷിക്കാരും ചിലപ്പോൾ വരത്തില്ല. പക്ഷേ എന്തായാലും ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അനാമലികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സർവീസ് സംഘടനകളുമായിട്ടും കൂടി ആലോചിച്ചുകൊണ്ട് വേണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ. അല്ലാതെ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിലാണ് ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോൾ അതാത് ഓഫീസുകളിലെ കയ്യൂക്കുള്ളവർ, പ്രത്യേകിച്ച് ഗസറ്റ് റാങ്കിലുള്ളവരായിരിക്കും, ചിലയിടത്ത് കയ്യൂക്ക്, ചിലയിടത്ത് യൂണിയനിലുള്ളവരായിരിക്കും, ചില വിഭാഗത്തിൽ അങ്ങനെ ഓരോ എവിടെയാണോ ഇത് കയ്യൂക്കുള്ള ആളുകൾ, അത് ചിലപ്പോൾ ഭരണകക്ഷിയായിരിക്കും, പ്രതിപക്ഷമായിരിക്കും, ഏത് വിഭാഗമാണോ ഗവൺമെൻറ്റിലും മന്ത്രിമാരിലും ഒക്കെ സ്വാധീനമുള്ളവർ, അവർ ഈ കാര്യങ്ങൾ നേടിയെടുക്കുകയും ബാക്കിയുള്ള മഹാഭൂരിപക്ഷത്തിന് ഇത് കിട്ടാതെ പോവുകയും ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ശമ്പള പരിഷ്കരണത്തിലെ അനാമലി പരിഹരിക്കപ്പെടേണ്ട തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഉദാഹരണം പറഞ്ഞു, ഇനി കുറേ അധികം ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വലുതാണ്, പക്ഷെ എല്ലാം കൂടെ നമുക്ക് വായിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ആ രീതി ശരിയുമല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി കേരള വാട്ടർ അതോറിറ്റിയിലെ ഈ പെൻഷൻ ഈ നമ്മുടെ ഈ സാലറി ഫിക്സ് ചെയ്തിട്ടുള്ള, പരിഷ്കരണം ഫിക്സ് ചെയ്തിട്ടുള്ള പരിഹരിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം അവിടെ വാട്ടർ അതോറിറ്റി വഴി പോകുമ്പോൾ അവിടെ ശമ്പള പരിഷ്കരണത്തിൽ വന്ന അതുപോലെ പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് വലിയ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ പെൻഷൻ കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പരിഷ്കരണം വലിയൊരു വിഷയമാണ്, അതും നടക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പെൻഷൻകാരുടെ വിഷയവും പരിഹരിക്കണം. ഇവിടെ വാട്ടർ അതോറിറ്റി പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തന്നെത്താനെ വരുമാനമുണ്ടാക്കി അതിൽ നിന്ന് ലാഭമുണ്ടാക്കി അത് നിലനിർത്തിക്കൊള്ളാം എന്ന് പറയുന്ന സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾ പലപ്പോഴും സർക്കാരിനൊരു ബാധ്യതയാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ സർക്കാർ ചിലപ്പോൾ ഫണ്ട് കൊടുത്താലൊക്കെ മാത്രമേ ഇത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി പോലുള്ള സംവിധാനങ്ങളുടെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് പരമാവധി സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ സർക്കാർ സഹായിക്കേണ്ടി വരും, അങ്ങനെ സഹായിച്ചാണ് വാട്ടർ അതോറിറ്റി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സർവീസ് ഷോട്ടിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അറിയേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചും മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ സർവീസ് കൺസൾട്ടൻസി ആരംഭിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ടീമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കുള്ള ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടേതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, പെൻഷൻ പറ്റുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്, ഗ്രേഡിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സർവീസ് ഷോട്ടിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഗൗരവമായി ഈ വിഷയം എടുക്കണം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരിക. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സംശയങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ നമുക്ക് DA കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിഷയങ്ങൾ ചെയ്തു, പിന്നെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ചെയ്തു. അപ്പോൾ ഇന്നലെ വയനാട് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇറിഗേഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. വയനാട് തന്നെ ഒരു സുഹൃത്ത് വിളിച്ച് LD ക്ലാർക്കോ മറ്റോ ആണ്. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സാർ ഈ ശമ്പള പരിഷ്കരണം കൊടുക്കും, DA കൊടുക്കും എന്ന് പറഞ്ഞാൽ സത്യമാണോ? ഞങ്ങളുടെ യൂണിയൻകാർ ഇതൊന്നും സമ്മതിക്കുന്നില്ല, അവർ പറയുന്നതൊക്കെ ഉടായിപ്പാണ്, കാശടിക്കാനാണ്. അതിനുശേഷം കണ്ണൂരിൽ നിന്നൊരു പെൻഷൻകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് ഉടായിപ്പാണെന്ന് പറയുന്നു. ഞാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലും യൂണിയനിലും ഒക്കെ ഞാൻ ഇട്ടു, സാറിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ അവർ ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നു. എന്തിനാണ് സാർ ഇത് ചെയ്തത്? ആ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളാണ് എന്നെപ്പോലുള്ള ആളുകൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ഉദ്ദേശം ഇതിനെ സംബന്ധിക്കുന്ന ഡേറ്റയും വിവരവും കിട്ടുന്നത് ജനങ്ങളെ അറിയിക്കുക. അതൊരു വലിയ ജോലിയാണ്. അതിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആയാലും കോടതിയുടെ ആയാലും പത്രങ്ങൾ വഴി വരുന്നതായാലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും അകത്തു നിന്നറിയുന്ന രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ പറയും. അത് ചാനലിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നീതിയായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, നല്ല ഒരു രീതി. രണ്ടാമത് രീതിയുണ്ട്. ഇതിൻ്റെ ഞാൻ ഈ MSW ഞാൻ കുറേ ഡിഗ്രികൾ, ഞാൻ എൻ്റെ ഡിഗ്രി പറയാനല്ല, പക്ഷേ കുറേ ഡിഗ്രികൾ പഠിച്ചിട്ടുള്ള കൂട്ടത്തിൽ MSWയും പഠിച്ചിട്ടുണ്ട്, സോഷ്യോളജിയും കുറേ പഠിച്ചിട്ടുണ്ട്, ആന്ത്രോപോളജിയും കുറേ പഠിച്ചു. അപ്പോൾ ഇത് പഠിച്ചപ്പോഴുള്ള പ്രത്യേകത, സമൂഹത്തിൽ ഒരു വിഷയം സമൂഹം ചർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ ഗൗരവമായി, നെഗറ്റീവ് കാര്യങ്ങളും പറയണം, പക്ഷേ പോസിറ്റീവ് കാര്യങ്ങൾ ഗൗരവമായി സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെച്ചാൽ മാത്രമേ ഇത് വലിയ ചർച്ചയാവുകയുള്ളൂ. ഞാനിത് ചെയ്തതിന് ശേഷം DAയുടെ കാര്യങ്ങളും ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങളും അരിയറിൻ്റെ കാര്യങ്ങളും ഏൺഡ് ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വ്യാപകമായ ചർച്ചയാണ് സർവീസ് സംഘടനകളിൽ നടക്കുന്നത്, പെൻഷൻ സംഘടനകളിൽ നടക്കുന്നത്. ശരിയാണോ തെറ്റാണോ കള്ളമാണോ എന്നറിഞ്ഞുകൊണ്ട് മന്ത്രിമാരെ വിളിക്കുന്നു, സെക്രട്ടേറിയറ്റിൽ അന്വേഷിക്കുന്നു, വ്യാപകമായ അന്വേഷണം നടക്കുന്നു. എനിക്ക് പലയിടത്തുനിന്നും സോഴ്സ് കിട്ടുന്നു. ഇതിനെ സംബന്ധിച്ച് മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. ഡിജിറ്റൽ വീഡിയോക്കാരും യൂട്യൂബുകാരും വീഡിയോ ചെയ്യുന്നു, സാറ്റലൈറ്റുകാർ വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം പോസിറ്റീവായി ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ രണ്ടായാലും സമൂഹത്തെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും പെൻഷൻകാരെയും സഹായിക്കാൻ തന്നെയാണ്.